എന്നോടാ പോരാ ഇതപ്പം മാറ്റം പറ്റില്ല. ലൈവ് എടുക്കുന്നുണ്ടോ? അവിടെ ഇവനുണ്ടല്ലോ രാജേഷ്. അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് നടൻ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. ഒപ്പം രമേശ് പിഷാരടിയുമുണ്ട്. ഇരുവരും എം ടിയുടെ വീട് സന്ദർശിക്കുകയാണ്. കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ തല കുറച്ച് വിളിച്ച് ഒന്ന് വെച്ചിട്ട് ഞാൻ മാറി തരാം. വെച്ചോ. ഇംതിയാസ് കരീം തത്സമയം ചേരുന്നുണ്ട്. ഇംതിയാസ്, മമ്മൂട്ടി എപ്പോഴാണ് അവിടെ എത്തിയിരിക്കുന്നത്? ഇപ്പോൾ രമേശ് പിഷാരടി കൂടി ഒപ്പമുണ്ട്. മറ്റാരൊക്കെയാണ് ഒപ്പമുള്ളത്? എം ടി വാസുദേവൻ മാസ്റ്റർ മരിച്ച സമയത്ത് മമ്മൂട്ടിക്ക് ഇങ്ങോട്ടേക്ക് എത്താനോ മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് വിദേശത്തായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നത്. അദ്ദേഹം പക്ഷേ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെ അനുശോചന കുറിപ്പൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വിദേശത്തിൽ നിന്ന് എത്തിയത്. ഇന്ന് എം ടിയുടെ വീട് എം ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷം പോകുമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ടിയുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ എം ടി എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിരവധി സിനിമകളാണ് നമുക്ക് മുൻപിലുള്ളത്. അവസാനമായി ചെയ്ത സിനിമ പോലും അതിൽ എം ടിയുടെ ഒരു പങ്ക് വളരെ വലുതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴായി കണ്ടിട്ടുള്ള, അതായത് എം ടിയെ ഒരു പൊന്നാട അണിയിക്കുന്ന മമ്മൂട്ടി പൊന്നാട അണിയിച്ചുകൊണ്ട് എം ടിയെ ചേർത്ത് നിർത്തി എം ടിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്രയും ആത്മബന്ധമാണ് എം ടിയോട് മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട്, മകൾ സിത്താര എന്ന മകളോടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല എന്നൊരു വിഷമം അദ്ദേഹം നേരത്തെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എം ടി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ വീടിനകത്ത് കയറി